ലീഗ് നേതൃത്വത്തെ വിമർശിച്ച മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത് മുസ്ലിം പണ്ഡിതർ സംഘടനയായ സമസ്ത. കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിലാണ് തീരുമാനം. പിന്നാലെ ചേർന്ന സമസ്ത 100ാം വാർഷികം സ്വാഗത സംഘം യോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്കിതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ KR റഹ്മാൻ പറ്റി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ, വണ്ടിയിൽ വൈകി കയറി, എടുത്ത് ബൈക്കിന് കയറി, അവന്ന് അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. ഇക്കഴിഞ്ഞ ജനുവരി 31 മലപ്പുറത്ത് നടന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ നവോത്ഥാന സമ്മേളനത്തിലാണ് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള സമസ്ത നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച് മുഷാവറ അംഗം മുസ്തഫൽ ഫൈസി രംഗത്ത് വന്നത്. ഈ വിവാദ പരാമർശമാണ് സമസ്ത നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. അതിനു പിന്നാലെ ഇന്ന് കോഴിക്കോട് സമസ്താലയത്തിൽ ചേർന്ന കേന്ദ്ര മുഷാവറ യോഗമാണ് മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നാലെ ചേർന്ന സമസ്ത 100ാം വാർഷിക സ്വാഗത സംഘം യോഗം ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ള ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു. കോഴിക്കോട് തന്നെ മറ്റൊരിടത്ത് ലീഗ് അനുകൂലികൾ യോഗവും ചേർന്നു. സമസ്തയിലെ അംഗങ്ങളുടെ മനസ്സ് ഒറ്റക്കെട്ടായിരിക്കണമെന്നും ഒറ്റപ്പെട്ടുള്ള പ്രചരണം വേണ്ടെന്നും യോഗത്തിൽ ജിഫ്രി തങ്ങൾ ഓർമ്മിപ്പിച്ചു. നമ്മുടെ സംഘടന വളരെയധികം യോജിപ്പോടുകൂടി, എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നമ്മുടെ മനസ്സിൽ സംഘടനയുടെ ഈ സമ്മേളനം വിജയിപ്പിക്കണം എന്നത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങളും അതൊന്നും വേണ്ട. സസ്പെൻഷൻ സംബന്ധിച്ച് പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് യോഗത്തിൽ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി. സമസ്തയിലെ ലീഗ് അനുകൂലിയായ മുസ്തഫൽ ഫൈസിക്കെതിരായ നടപടി സമസ്ത ലീഗ് ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടാക്കും. ഇതിനോടുള്ള ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണെന്നത് വരും ദിവസങ്ങളിൽ അറിയാനാകും. അതിനായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.